കലപ്പില ക്രിയേറ്റീവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ഇന്ന് ആദ്യത്തെ വീഡിയോ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് ലാലേട്ടന്റെ 3 ഡ്രോപ്പ് പ്രോജക്ട്സിനെ പറ്റിയാണ്. അന്ന് ചിത്രീകരണം തുടങ്ങിയ സമയത്ത് വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കും, എന്നാൽ പിന്നെ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയ 3 പ്രോജക്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് വ്യൂവേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ള കലപില റിയാക്ഷൻസ് പറഞ്ഞിട്ട് പുതിയൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് ട്രailer, ടീസർ, വീഡിയോ റിയാക്ഷൻസ് ആയിട്ടുള്ള ചാനലാണ്. അതിന്റെ ലിങ്ക് ഞങ്ങൾ ഇതിന്റെ ഒപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന് ഇതേമായി തന്നെ സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ യുവദാസ്, ലാലേട്ടൻ, ദിലീപ്, ബാലൻ ഇവര് 3 പേരും ഒരുമിച്ചിട്ട് ചെയ്യാൻ വിചാരിക്കുന്ന സിനിമയാണ് ചക്രം എന്ന് പറയുന്നത്. ആ സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങിയതായിരുന്നു. നമുക്ക് അതിന്റെ സ്റ്റിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ചിത്രഭൂമിയിലൊക്കെ അതിന്റെ സ്റ്റിൽസ് ലാലേട്ടൻ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോഹിദാസ് എഴുതിയും കമലായിരുന്നു ഡയറക്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അതന്ന് ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻ കമ്പനികൾ അതിൽ വരികയും അങ്ങനെ അതൊരു പ്രോമിസിങ് സബ്ജക്റ്റ് ആയിട്ട് വിചാരിച്ച് ചെയ്തിരുന്നു. കാരണം അതിന്റെ സ്റ്റിൽസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ അത് ഭയങ്കരതായിട്ട് തോന്നി. പിന്നീട് കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് റൈറ്റിംഗിന്റെ ആവട്ടെ, ടെക്നിക്കലി ആവട്ടെ. പിന്നെ തുടങ്ങിയ മാതിരി ആയിരുന്നില്ല കഥയുടെ ഡെവലപ്മെന്റ് പിന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്താണെങ്കിൽ ലാലേട്ടൻ ഇതിൽ നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ ചക്രം സിനിമ പിന്നീട് വരികയുണ്ടായി പൃഥ്വിരാജിനെ വെച്ചിട്ട്. അപ്പൊ ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ ഓൺ ഫുൾ നായകൻ വിജയിച്ചിട്ട് അങ്ങനെയാണ് പോകുന്ന ഒരു സിനിമ അല്ല അത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ദുരന്തവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ സിനിമയുടെ സ്റ്റോറി ആ ലെവലിലേക്ക് പോയി നോക്കുമ്പോ പിന്നെ അതുമല്ല ലാലേട്ടൻ ആ സമയത്തുള്ള ഒരു ഇമേജ് വെച്ചിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരൊരു സൂപ്പർ ഹീറോ പോലെ നിൽക്കായിരുന്നു. വില്ലന്മാരെയൊക്കെ അടിച്ചൊതുക്കി ഇതാക്കാവുന്ന തരത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഐഡിയാപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. കൃത്യമായിട്ടുള്ള ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഡ്രോപ്പ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് എല്ലാവരും അത് വരും എന്ന് വിചാരിച്ചിട്ട് പോയ ഒരു സംഗതിയാണ്. രവീന്ദ്ര മാഷ് വരുന്ന മ്യൂസിക് അത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ട്രാക്ക് ഇറങ്ങും ചെയ്തു. മോഹൻലാലിനെ വെച്ചിട്ട് തന്നെ അതിന്റെ കാസറ്റ്, അന്ന് കാസറ്റ് ആണ്, ഓഡിയോ കാസറ്റ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് കാസറ്റും ട്രാക്കുകൾ ഫുള്ളായിട്ട് ആ പാട്ടുകൾ തന്നെ പിന്നെ ചക്രത്തിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് വിദ്യാബാലന്റെ മലയാളത്തിന്റെ 2ാമത്തെ പ്രൊജക്ട് ആയിരുന്നു ഡ്രോപ്പ് ആവപ്പെടുന്നു. അതായത് മുകേഷിനെ ഫസ്റ്റ് വരും, അത് ഡ്രോപ്പ് ആവും. പിന്നെ ഇതും അങ്ങനെ ഡ്രോപ്പ് ആയി പോയ ഇത് പിന്നെ 2003 അത് സംബന്ധിച്ചിടത്തോളം കരിയറിലെ ചന്ദ്രഹാസം പറഞ്ഞ ക്യാരക്ടർ നമുക്കൊരു 21 വയസ്സുള്ളൊക്കെ ചെയ്തതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും. ഇനിയിപ്പോ അടുത്തൊരു പ്രൊജക്ട് അടുത്തത് നമ്മുടെ ഓസ്ട്രേലിയ പറഞ്ഞ പടം, നമ്മുടെ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്തിരുന്ന ലാലേട്ടൻ കാർ റേസറൊക്കെ ഇടുന്ന പടമായിരുന്നു. അത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ഭയങ്കരമായിട്ട് പോവുകയും അതിന്റെ ഇടക്ക് പടത്തിന്റെ ഷൂട്ട് ബഡ്ജറ്റിന്റെ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ പടം ഷൂട്ട് നിർത്തി വെക്കേണ്ടതാണ്. 20 വർഷത്തിന് ശേഷം ഈ ടീമിൽ തന്നെ, അതായത് ഈ ഡയറക്ടർ ആക്ടർ കോംബോയിൽ തന്നെ നമ്മുടെ ബട്ടർഫ്ലൈസ് പറഞ്ഞ സിനിമ വരികയുണ്ടായി. അപ്പൊ ആ സിനിമയില് പിന്നീട് ഈ സിനിമയത്തെ വിഷ്വൽസ്, ടൈറ്റിൽ സോങ് ആണ് തോന്നുന്നത്. അപ്പൊ അത് എന്നിട്ട് ഈ വിഷ്വൽസ് ആ സിനിമയിൽ പിന്നീട് യൂസ് ചെയ്തു. ആ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ, പിന്നെ ശങ്കർ, രമ്യ കൃഷ്ണൻ ഇവരൊക്കെ ആയിരുന്നു മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് ഇറങ്ങുന്നതായിരുന്നു. അതിന്റെ സ്കിൽസ് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അത് അന്ന് അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള വലിയ ബിഗ് പ്രോജക്ട് മലയാള സിനിമയിൽ അങ്ങനെ ചെയ്തു തുടങ്ങിയിരുന്ന ഒരു സമയമല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസിംഗ് ആയിട്ട് സ്ക്രിപ്റ്റ് ഇതിനാണ് അത്ര പൈസ മുടക്കേണ്ടുള്ളൂ എന്നുള്ള തരത്തേക്ക് പോകുന്നത്. അത് ബഡ്ജറ്റ് കാരണം തന്നെയാണ്. പിന്നെ അങ്ങനെ ഒരു കഥാ സാഹചര്യമൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആ കാലഘട്ടത്തിൽ അയാൾക്ക് അപകടം പറ്റും, പിന്നെ അയാള് റേസിന് പിന്തള്ളപ്പെടും. പിന്നെ അതിലൊരു സസ്പെൻസ് കൂടിയുണ്ട്. അയാൾ അടുത്ത സുഹൃത്തായിട്ടുള്ള ആൾ തന്നെ ആയിരിക്കും അതിൽ വില്ലനായിട്ട് വരിക. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കണം അത്. പിന്നെ രമേഷിന്റെ ജോലി പിന്നെ ഉണ്ടായി അത്. അപ്പൊ അത് പിന്നെ അടുത്ത പ്രൊജക്ട് എനിക്ക് ലാലേട്ടൻ ഡ്രോപ്പ് പ്രോജക്ട്സിൽ എനിക്ക് ഏറ്റവും ഭയങ്കര വിഷമം തോന്നിയ പ്രോജക്റ്റാണ് ഈ ധനുഷ്കോടി എന്ന് പറഞ്ഞത്. അത് പ്രിയദർശൻ, ടി ദാമോദരൻ, മോഹൻലാൽ ടീമാണ്. അത് അഭിമന്യൊക്കെ ശ്രീനിവാസൻ. അത് ധനുഷ്കോടിയിലുള്ള ഡ്രഗ് കാർട്ടേഴ്സിനെ പറ്റിയിട്ട്. അതായത് അന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര വലിയൊരു സംഭവമാണ്. അതില്
വന്ദനത്തിലെ നായിക ഗിരിജ ഷട്ടർ ആയിരുന്നില്ല നായികയായിട്ട് അഭിനയിക്കാൻ വിചാരിച്ചു. അപ്പൊ അത് കേരളത്തില് ഒരു നോർമൽ പോലീസ് ഓഫീസർ ശ്രീനിവാസിന്റെ ക്യാരക്ടർ, അത് അയാള് ധനുഷ്കോടി വരയ്ക്ക് ചെന്നിട്ട് ഡ്രഗ് കാർട്ടേഴ്സിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ചെല്ലും. അപ്പൊ അയാൾ അവിടുത്തെ സുഹൃത്ത് മോഹൻലാലാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ മോഹൻലാൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് സഹായി എന്നുള്ള രഘുവരൻ കക്കരകൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ രഘുവരനാണ് അവിടുത്തെ ഒരു ഡോൺ ലെവലിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അവിടെ പോയിട്ട് ഇവരെ പിടിക്കാൻ ശ്രമിക്കും. ഇതിന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലാണ് അവിടുത്തെ ഡ്രഗ് ലോഡ് എന്നുള്ള സംഗതിയാണ് അതിന്റെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ശരിക്കും വരികയാണെങ്കിൽ വലിയൊരു ആക്ഷൻ ഫിലിം, വലിയ അതായത് കഥ കാലോചിക്കും ഭയങ്കര അത് ട്വിസ്റ്റ് ഒക്കെ എന്താ രസമായിരുന്നു. അത് ആ സിനിമ ഡ്രോപ്പ് ആയത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നു. അത് പിന്നീട് അത് വീണ്ടും അത് നടത്താൻ കുറെ ശ്രമങ്ങളൊക്കെ നടന്നെങ്കിലും പക്ഷെ അത് പ്രൊജക്ട് അങ്ങനെ ഡ്രോപ്പ്. പക്ഷെ അത് ഭയങ്കര ത്രില്ലറായി മാറി. സ്കിൽസ് ഇപ്പോഴും നമ്മൾ കാണുന്നത് നമ്മളെ ആ ഗാന്ധർവത്തിലത്തൊക്കെ മോഹൻലാലിന്റെ ഒരു ടൈപ്പ് നല്ല ഭംഗി ആയിട്ട് ആ ടൈമിലുള്ള ഒരു സിനിമ അത് ഭയങ്കര വേറെ ലെവലിൽ പോകുമായിരുന്നു. അതില് ശ്രീനിവാസിനും മോഹൻലാലും നിക്കണെങ്കിൽ പിന്നില് പിന്നെ അക്കരയ്ക്ക് നിക്കണ ഒരു ഫോട്ടോ ആയിട്ട് വന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വന്ദനം വന്നതില് ഗിരിജ ഷട്ടർ എന്നുള്ള ആക്ട്രസിന് ഇവിടെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ആ സിനിമ ഡ്രോപ്പ് ആയാലും ഭയങ്കര ഇതായിരുന്നു. ഇതിപ്പോ ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെഗ്മെന്റിൽ ആദ്യം ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ ഇതേമാതിരി വെറൈറ്റി ആയിട്ട് തോന്നുന്ന കുറച്ച് വീഡിയോസ് ഞങ്ങൾ ചെയ്യണമെന്ന് ആയിട്ടുണ്ട്. ഇതിപ്പോ ലാലേട്ടന് 3 ഡ്രോപ്പ് പ്രോജക്ട്സ് ഞങ്ങളിപ്പോ പറഞ്ഞുള്ളൂ. ഇതേപോലെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഡ്രോപ്പായി പോയ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ ബ്രഹ്മദത്തൻ മുതൽ നായർസാൻ വരെയുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾക്കും പറയണ്ടാവും. അപ്പൊ ഇതില് നിങ്ങൾക്ക് തോന്നുന്ന സിനിമകളെ പറ്റിയിട്ട് കമന്റ് ചെയ്താൽ അതും നമുക്ക് നോക്കാം.